ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയാണ് പ്രോജക്റ്റ് ടൈഗർ. 1973 ഏപ്രിൽ 1 ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച കടുവ സംരക്ഷണ പദ്ധതിയാണ് പ്രോജക്റ്റ് ടൈഗർ. 1973 ഏപ്രിൽ 1 ഈ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്: ബംഗാൾ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ അവയുടെ സാധ്യമായ അംഗസംഖ്യ ഉറപ്പാക്കുക, വംശനാശത്തിൽ നിന്ന് കടുവകളെ സംരക്ഷിക്കുക, രാജ്യത്തെ കടുവകളുടെ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യത്തെ എന്നേക്കുമായി പ്രതിനിധീകരിക്കുന്ന പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളായി ജൈവ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തന്നെ അവയെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവയുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വംശനാശത്തിൽ നിന്ന് കടുവകളെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. 1973 ഏപ്രിൽ 1 1973-74 കാലഘട്ടത്തിൽ പ്രോജക്റ്റ് ടൈഗറിൻ്റെ അടിസ്ഥാനത്തിൽ 9 കടുവാ സങ്കേതങ്ങളാണ് ആരംഭിച്ചത്. 1973 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രോജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാന്ന് ചോദിച്ചാൽ ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചാൽ കൂടുതലും വേട്ടയാടലുകളാണ്. പല കാര്യങ്ങൾക്കുള്ള ഒന്ന്, ത്വക്കിനും എല്ലിനും വേണ്ടി കടുവകളെ വേട്ടയാടുന്നത്. കടുവകളുടെ എല്ല് പരമ്പരാഗത ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മൃഗവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടൽ, ആവാസ വ്യവസ്ഥകളുടെ നാശം, ഭക്ഷണ ദൗർബല്യം ഇവയെല്ലാം കടുവകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളാണ്. ലോകത്തിലെ മുഴുവൻ കടുവകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2/3 ഭാഗവും സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയും അതിർ രാജ്യമായ നേപ്പാളിലുമായാണ്. ലോകത്തിലെ മുഴുവൻ കടുവകളുടെ 2/3 ഭാഗവും സംരക്ഷിച്ചു വരുന്നത്. നിലവിൽ ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം 51. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രസ് എന്നാണ്. വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.